അപ്പോൾ കഴിച്ചൊരു ഡെയിലി വ്ളോഗാണ്. അപ്പം ഞാൻ ഇന്ന് എണീച്ചെന്ന് പറഞ്ഞാൽ 6:54 അങ്ങനെയാണ് ഗൈസ്. ആവിടുന്നൊക്കെ ഉണ്ട്. ഇനി എന്തായാലും നമുക്ക് ബ്രഷ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ മേക്കപ്പിലോട്ടാണ് കിടക്കാൻ പോകുന്നത്. സൺസ്ക്രീൻ വന്നിട്ട് ചെയ്ത് നടക്കുമോ? ഇപ്പോൾ പോകുമ്പോഴല്ലേ ചെയ്യുന്നത്. നമ്മൾ സൺസ്ക്രീൻ ഇട്ടില്ല, മുഖം കറുത്ത് കരിവാളിച്ച് പോകും സണ്ണിൻ്റെ സംഭവം കൊണ്ട്. അങ്ങനെ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഗൈസ്. അമ്മയോട് കുറേ സംസാരിച്ചു ഞാൻ, അതാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് നേരത്തെ. ഇനി നമുക്ക് എന്തായാലും കണ്ണെഴുതാം. അങ്ങനെ കേസ് നമ്മൾ അതും ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. ഗ്ലാമറിൻ്റെ അങ്ങനെ കേസ് നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് റെഡിയായി. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്ഫിറ്റ്, മൈ സ്കൂൾ ഔട്ട്ഫിറ്റ് ഗൈസ്. ഇനി നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാനുള്ളതാണ്. അപ്പോഴത്തേക്ക് നമുക്ക് സോക്സ് ഇടാം. അപ്പോഴത്തേക്ക് മമ്മി വിളിച്ചു, നമുക്ക് എന്തായാലും ഫുഡ് കഴിച്ചിട്ട് സോക്സ് ഇടാമെന്ന് വിചാരിച്ചത്. ഞാൻ പിന്നെയും അങ്ങോട്ട് പോയി, അമ്മ സോക്സ് ഇടാൻ പോവാ. അപ്പോൾ നമ്മളെ മമ്മി കണ്ടിട്ടുണ്ട് ഫുഡ് കഴിച്ചിട്ട് സോക്സ് ഇട്ടോളാം. അപ്പോൾ ഞാൻ നേരെ എൻ്റെ ഡൈനിങ് റൂമിലോട്ടല്ല പോകുന്നത്, ഞങ്ങൾ സ്വന്തം TV റൂമിലോട്ടാണ് പോകുന്നത്. ഡൈനിങ് റൂം കഴിഞ്ഞു, പക്ഷേ TV റൂം കഴിഞ്ഞിട്ടില്ല. ഞാൻ അവിടെ ഉണ്ട്. ഞാൻ ഫുഡ് കഴിച്ചിട്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളപ്പവും എന്താ പറയുന്നു കടലക്കറി. വെള്ളപ്പവും കടലക്കറിയായിരുന്നു ഇന്നത്തെ ഫുഡ്. അപ്പം ടേസ്റ്റ് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. കേട്ടോളൂ, നിങ്ങൾ കേട്ടോളൂ. ഇങ്ങനെ ഒച്ചക്കുണ്ട്. ഗംഭീര ടേസ്റ്റ് ഉണ്ട്, കഴിക്കാം. ടൈം എത്രയും മക്കളെ 20 ആയോ? ഫുഡ് കഴിച്ചിട്ടാണ്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു, അടിപൊളി ഫുഡ്. പിന്നെ എനിക്ക് 3 ബാക്കി വെച്ചു, എനിക്ക് മതിയായി, അതിനെ കൊണ്ടാണ്. ഓക്കെ, നമുക്ക് എന്തായാലും കൈ കഴുകിയിട്ട് സോക്സ് ഇടാം. വായ കഴുകുന്നില്ല, ബിക്കോസ് എനിക്ക് പാൽ കൂടി കുടിക്കാനുണ്ട്. അപ്പോൾ എന്നാൽ ഞാൻ പോയി സോക്സ് ഇട്ട് വരാം. എന്തായാലും ഞാൻ പോയിട്ട് വരാം. നിങ്ങൾ കേൾക്കുന്നില്ല, ക്ഷമിക്കണം കേട്ടോ. ഞാൻ എന്തായാലും അതിന് മാസ്ക് തരത്തിട്ടൊന്നും കൂടെ പറയാം.
ഞാൻ പോവുകയാണ്. ഇനി നമുക്ക് വന്നിട്ട് കാണാം. ഇട്ടോ നല്ലതാ. അപ്പം എന്തായാലും ബൈ. സ്കൂൾ വിട്ട് വന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. സ്കൂൾ വിട്ട് വരുമ്പോൾ എൻ്റെ വീട് ഒരു കുഞ്ഞൈറ്റം കൂടെ കാണും. ജീവനുള്ളതല്ല കേട്ടോ, നമുക്ക് തേക്കാനുള്ളതാണ്. അപ്പം ഗസ് ദാറ്റ്. ഞാൻ പോട്ടെ, ബൈ. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ സ്കൂളൊക്കെ വിട്ട് വന്ന് ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് റെഡി ആയിരുന്നാണ്. അപ്പോൾ ഞാൻ എവിടെ പോയാലും വെറും കൈയോടെയല്ല വരുന്നത്, ഇത്തിരി സാധനങ്ങൾ ആയിട്ടാണ് ഞാൻ വരാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ 100,000 സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത്. 100,000 സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ 100,000 സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാർക്ക് ഫാൻറ്റസി, പിന്നൊരു ഇത് ഫ്രീ ആയി കിട്ടിയതാണ്, പിന്നെ ഒരു ജെംസും. അത് നമ്മൾ വാങ്ങിച്ചതല്ല, അത് അമ്മൻ്റെ അടുത്ത് 5 രൂപ ഇല്ലാത്തതുകൊണ്ട് അവിടെയുള്ള കടക്കാരൻ എനിക്ക് ഒരു ജെംസ് തന്നു. അപ്പോൾ അത് രണ്ടും ഞാൻ ഫുള്ള് കഴിച്ചു. ഞാൻ നല്ല വിശപ്പുണ്ടായിരുന്നു, അപ്പോൾ അതാണ് ഞാൻ ഫുള്ള് കഴിച്ചത്. പിന്നെയാണ് ഇത് ലാസ്റ്റ് കാണിക്കാം അല്ലേ, അതല്ല നല്ലത്, ലാസ്റ്റ് കാണിക്കാതല്ലേ. അപ്പം ഇത് എനിക്ക് ഭയങ്കര നൊസ്റ്റു അടിക്കും ഇതൊക്കെ കാണുമ്പോൾ. എനിക്ക് വേണം എന്നൊരു വാശിയാണ് ഇതൊക്കെ കാണുമ്പോൾ. അപ്പം വെറും നൊസ്റ്റുവിന് വേണ്ടിയിട്ടും പിന്നെ കഥ വായിക്കാനും കൂടെ ഞാൻ തേർഡിലാണ് പറയുന്നത്. നൊസ്റ്റു ഉണ്ടാവാറുണ്ട്, പിന്നെ എനിക്ക് വേണമെന്നുള്ളൊരിതും ഉണ്ടാവാറുണ്ട്. ഇപ്പം ഇതൊക്കെ വായിക്കുന്നത് നല്ലതുമാണ്, കുറേ കഥകളൊക്കെ ഉണ്ടാവില്ല അത്. അപ്പം അതാണ് ഞാൻ ഇത് വാങ്ങിച്ചത്, അമ്മ വാങ്ങിച്ചത്. അപ്പം കാണാം, എന്താണ് ബാലഭൂമിയാണിത് കേട്ടോ, ബാലഭൂമി. അപ്പം ബാലഭൂമിൻ്റെ അകത്ത് അധികമായിട്ടും ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ കഥകളാണ്. കഥയും പിന്നെ കുറച്ച് നമ്മൾ എൻ്റർടൈൻമെൻറ്റ്സിലുള്ള വർക്ക്സും ഉണ്ടാവും. ബാലരമയിൽ അധികം കഥ ഉണ്ടാവുക, അങ്ങനെ ആക്ടിവിറ്റീസൊക്കെ കുറവായിരിക്കും ഉണ്ടാവുക. പക്ഷെ നമ്മുടെ കളിക്കുടുക്ക ഉണ്ടല്ലോ, നൊസ്റ്റു കാലങ്ങളിലുള്ള കളിക്കുടുക്ക, അതിന് നൊസ്റ്റു എന്നേ പറയാൻ പറ്റുക. അത് ഇത് മൂന്നാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് നൊസ്റ്റു എന്നേ പറയാൻ പറ്റുള്ളൂ. ബിക്കോസ് എന്താ പറയുക, ഈ സംഭവം ഉണ്ടല്ലോ കളിക്കുടുക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു LKG അപ്പോൾ യൂസ് ചെയ്യുന്നതാണ്. അതിനെക്കൊണ്ട് തന്നെ നമുക്ക് എന്തായാലും നൊസ്റ്റു കൊടുക്കും. ഞാൻ ഇന്ന് പോയപ്പോൾ അമ്മയോട് ചോദിച്ചു, അമ്മ കളിക്കുടുക്ക വാങ്ങിയാലോ ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞത് വേണ്ട, അത് ഫുഡ് ഫീഡിങ് കുട്ടികൾക്കാണ് എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്ന്. ഞാൻ കരഞ്ഞില്ല, ഞാൻ പറഞ്ഞു ഓക്കെ മമ്മി, ഓക്കെ അമ്മ, ഞാൻ എന്തായാലും ഇത് വാങ്ങിക്കോളാം എന്ന് പറഞ്ഞു. ഇത് ഞാൻ തന്നെ സെലക്ട് ചെയ്താൽ കേട്ടോ ബാലഭൂമി. അപ്പം എന്തായാലും എനിക്ക് ഇതിൻ്റെ അകത്ത് വാങ്ങിച്ച കക്കോടിന്നാണ്. കുറേ കഥകളുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ആക്ടിവിറ്റീസൊക്കെ. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടില്ല കഥ ഇല്ല, കീടാണും ഇല്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് കീടാണും ഇല്ല. ഇതിൻ്റെ അകത്ത് കട്ട് ചെയ്തിട്ട് എന്താണ് ഇത്, വെറുതെ നമ്മുടെ കൈമ കിട്ടും, അത്രേ ഉള്ളൂ. ഞാൻ വെച്ചു മുഖംമൂടിയൊക്കെ കിട്ടാറുണ്ട് നമുക്ക്, പക്ഷേ ഇതിൻ്റെ അകത്ത് മുഖംമൂടിയൊന്നുമില്ല കേട്ടോ. ഇനി എനിക്കിത് ക്രാഫ്റ്റൊക്കെ ചെയ്താണ് എടുക്കുക. ഇതൊക്കെ നമ്മൾ ഫുൾ കഴിയുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഇത് ഈ ഡോണറ്റ്സ് ഇല്ലേ, ഡോണറ്റ്സ്, പിന്നെ കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള ഒരു എന്തോ, അത് ക്യാറ്റല്ലേ, ക്യാറ്റ് ഡോഗോ അല്ലെ റാബിറ്റോ, ക്യാറ്റാന്ന് തോന്നുന്നു. ക്യാറ്റിൻ്റെ കൈമേൽ കുറച്ച് ഡോണറ്റ്സ് ഉണ്ട്, ഞാൻ അതും എടുക്കും, എന്നിട്ട് അത് സ്റ്റിക്കേഴ്സായിട്ട് യൂസ് ചെയ്യും. ചോക്ലേറ്റ് കഥകളുണ്ട് ഗൈസ് ഇതിൻ്റെ അകത്ത്, എനിക്കതൊന്നും അറിയില്ല ചോക്ലേറ്റ് കഥകളൊന്നും. നെക്സ്റ്റാണ് നമ്മുടെ ഫാൻറ്റസി വരാൻ പോണത്. ഫസ്റ്റ് അയ്യോ എനിക്കിപ്പോൾ 3 ലിപ്സ്റ്റിക്സ് ആണുള്ളത്. ഒന്ന് ബ്യൂട്ടി എന്തിൻ്റെയോ റെഡ്, പിന്നെ ഗ്ലാമറിൻ്റെ ഇതേ ഷെയ്ഡിലുള്ള ഒന്ന്, ഇതിൻ്റെ അല്ല ഇതിനും കൂടെ ഇത്തിരി കൂടെ ലൈറ്റായിട്ടുള്ള ഷെയ്ഡ്. ഇതിപ്പോൾ ലിക്വിഡ് ലിപ്സ്റ്റിക്ക്. മറ്റേതെല്ലാം നെയ്യ് പോലത്തെ ആയിരുന്നേ. ഇത് ഡാസ്ലറിൻ്റെയാണ്. പ്ലീസ് ഫോക്കസ് ഇറ്റ്. പ്ലീസ് ഫോക്കസ് ഇറ്റ്. ഫോക്കസ് ആണല്ലോ.
ഫോക്കസ് ആവണമെന്നില്ല കേട്ടോ, അതാണ്. അപ്പം ഇത് ഒരു ന്യൂഡ് കളറാണ്, ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നതാണ് ഒരു ന്യൂഡ് ഷെയ്ഡാണ്. ഇതിൻ്റെ റേറ്റ് 80 റുപ്പീസാണ്. ഈ ഒരു കുഞ്ഞ് ബോട്ടിൽ. ഇതിൻ്റെ വലുതുണ്ടായിരുന്നു. അപ്പം അമ്മ പറഞ്ഞത് എന്തായാലും നമുക്ക് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് അടുത്ത് വാങ്ങിക്കുകയാണ്. അപ്പം പിന്നെന്താ, ഐ ഡോണ്ട് നോ എന്തായിട്ട് ചെയ്യാമെന്ന്. അപ്പം എന്താ, ഞാൻ അൽമാരി കൊണ്ട് വെച്ചിട്ട് വരാം കേട്ടോ, അല്ലെങ്കിൽ മിസ്സായി പോകും. അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് ഇവിടെ. അതാ ഗൈസ്, ഞാൻ എന്തായിരുന്നു ആപ്സ് ഗുഡ്നസിൻ്റെ ആ ഒരു ഓയിൽ പരിചയപ്പെടുത്തില്ലായിരുന്നു. അതിനകത്ത് പല വീഡിയോസും ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. മീൻസ് ഡൗട്ട് എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലെങ്കിലും പക്ഷെ ഞാനങ്ങനെ വീഡിയോ ചെയ്യും. ബിക്കോസ് എനിക്ക് ഇങ്ങനെ കമൻറ്റ് കിട്ടുന്ന ആരുമില്ല, ചേച്ചി അതെന്താണ് അങ്ങനെയാണെങ്ങനെ ആരും ചോദിക്കില്ല. അപ്പോൾ അതിനെക്കൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പം അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യും, അവൾ കാണട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം പ്ലീസ് പിന്നെന്താ, അങ്ങനെയൊക്കെയാണ്. ഞാൻ കമൻറ്റ് ചിലതിലൊക്കെ കമൻറ്റ് ബോക്സ് ഓണാണ്, പക്ഷെ ആരും കമൻറ്റ് ഇടുന്നില്ല. എല്ലാവരും കമൻറ്റ് ഇടണം. ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.